ഇന്ന് ഞങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ വരാൻ കുറച്ച് വൈകിപ്പോയി. ആദ്യം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവാണേ. ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ എടുക്കും, അത് വേറൊരു കാര്യം. അങ്ങനെ ആമിയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ കടക്കിലേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് ഇവളെ കൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊന്നും അറിയത്തില്ല. സംഭവിച്ചതുപോലെ തന്നെ ഒന്നും എടുക്കാനൊന്നും സമ്മതിച്ചില്ല. ഇവളെ കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തള്ളിയിടുക, പിന്നെ നിർബന്ധം കാണിക്കുക, ഇതൊക്കെ എന്തോ പരിപാടി. അത്യാവശ്യം ഡ്രസ്സൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് പുള്ളിക്കാരെയും കിടത്തി ഉറക്കി, ഞാനും കുറച്ച് നേരം കിടത്തുറങ്ങി. അത്രയ്ക്ക് ടയർഡായി പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നിങ്ങളതേ കാറൊക്കെ എടുത്ത് പിന്നെ ബാക്കി കുറച്ചും കൂടി സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അത് മേടിക്കാൻ വേണ്ടി പോയതാണേ. അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പെരുന്നാളാണ്. രാവിലെ തന്നെ ഉമ്മച്ചി പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പായസമാണ് കേട്ടോ. ഞാനെന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് അതിൻ്റെ മൂടി തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ പാതി പള്ളിയിലൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇതാണ് ഫാദിക്കുട്ടൻ്റെ ഔട്ട്ഫിറ്റ്. പിന്നെ നമ്മുടെ ആമിയാണെങ്കിൽ പെരുന്നാളാണെന്ന് തോന്നുന്നു. അവൾക്ക് എന്തറിയാം, അവൾ കിടന്ന് ഉറക്കമായിരുന്നു. എഴുന്നേറ്റപ്പോൾ തന്നെ 8:30 മണിയായി. പിന്നെ എടുത്ത് കൊണ്ട് ചെന്ന് വെള്ളത്തിലൊക്കെ ഇട്ട് കുളിപ്പിച്ചെടുത്ത് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആമിയുടെ ഔട്ട്ഫിറ്റ്. പിന്നെ ആൾ ചെറുതായതുകൊണ്ട് അവളുടെ പ്രായത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും കുറച്ചൊന്ന് ലൂസായിട്ടിരിക്കും. അങ്ങനെ അതേ കണ്ടില്ലേ, എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. തലയിൽ ഹെഡ് ബാൻഡൊക്കെ വെച്ചിരിക്കുകയാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല. മൊത്തത്തിൽ കിളി പോയിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരിയുടെ. പിന്നെ കസേരയൊക്കെ സ്ഥിരം അൺലോഡിങ് പരിപാടി, അങ്ങോട്ട് നീക്കുക ഇങ്ങോട്ട് നീക്കുക, ഇതൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. അതിനിടയിൽ പള്ളിയിലൊക്കെ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവരും മാമിച്ചവരും അപ്പായും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ രാവിലെ എപ്പോഴും പായസം കാണും. പള്ളി വരുന്ന എന്തായാലും നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഒക്കെ ഓരോരുത്തരൊക്കെ വരുമല്ലോ. അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് നമ്മളെപ്പോഴും വെച്ച് രാവിലെ പായസം ഉണ്ടാക്കി വയ്ക്കും. ഇപ്രാവശ്യം ഉണ്ടാക്കിയത് അടപ്രഥമനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളതേ ഉമ്മാമയെ കാണാൻ വേണ്ടി പോകാൻ കേട്ടോ. ഉമ്മാമ വല്യാപ്പാടെ വീട്ടിലാണ്. അപ്പോൾ ഞാനും ഫാദിയും മാമിയും കൂടെ പോകുന്നുണ്ടേ. ആദ്യം ഫാദി വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ആമിയും കൂടെ പോകാമെന്ന് കരുതിയത്. അപ്പോൾ പെട്ടെന്ന് ഫാദിക്കും വരണം എന്നൊരാഗ്രഹം. സ്കൂട്ടിയിലാണല്ലോ പോകുന്നത്. ഇവിടെ അടുത്താണ് കേട്ടോ പോകുന്നത്. അതാണ് ഞങ്ങളിങ്ങനെ 4 പേരും കൂടെ പോകുന്നത്. ആമിനെ ഇറുക്കി പിടിച്ച് വെച്ചേക്കാം. അപ്പോൾ വീടെത്താറായപ്പോഴത്തേക്കും സ്കൂട്ടി ഇങ്ങനെ സ്ലോ ആക്കിയപ്പോഴത്തേക്കാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഈ ഒരു പൂവുണ്ടോ, അവിടെ എത്തിയപ്പോൾ ഒരു കാട്ടുചെടി പറിച്ചുകൊണ്ട് വന്നിട്ട് പറയുകയാണെ ഇത് ടുലിപ്പാന്ന്. എനിക്ക് സ്പെല്ലിങ്ങൊക്കെ പറഞ്ഞു തന്നെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ആമി അത് വിശ്വസിച്ചെന്ന് തോന്നുന്നുണ്ട്. അവളുടെ ഇക്കച്ചി പറഞ്ഞു കൊടുക്കുന്നതല്ലേ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവളുടെ ഹീറോ എന്ന് പറഞ്ഞാൽ ഫാദിയാണ് കേട്ടോ. അങ്ങനെ അത് മാമയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ബിരിയാണി വെക്കുകയാണേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഭാഗത്ത് പെരുന്നാളാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലേദിവസം തന്നെ ബീഫ് മേടിക്കും. തലേദിവസം നോമ്പ് തുറക്കാനായിട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ സാധാരണ ഒറട്ടിയും ബീഫും ഒക്കെ ആയിരിക്കും കേട്ടോ. അത് തന്നെ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റിനും ആ ഒരു കറി തന്നെ ആയിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അൽഹംദുലില്ലാ നന്നായിട്ട് എല്ലാം പോയി. പിന്നെ ഇതേ കണ്ടില്ലേ, ഞാൻ കുറച്ച് കയ്യിലൊക്കെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഗൈസ്. പണ്ടൊക്കെ ഇടുമായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ ഒരു ടച്ചൊക്കെ വിട്ടുപോയി. പക്ഷേ എന്തായാലും ഇപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്ക് കയ്യിൽ മൈലാഞ്ചി ഇട്ട് അതൊക്കെ ഒന്ന് പൊടുത്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഇട്ട എൻ്റെ മൈലാഞ്ചി. അത് കുറച്ച് ചുമന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം ഇപ്പം കുറച്ചും കൂടി ചുമന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ പെരുന്നാൾ വിശേഷങ്ങൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അസ്സലാമു അലൈക്കും.